ഹായ് ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ടൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുള്ളേരി ടൗണിലെ പബ്ലിക്കുള്ള ഒരു ബസ് സ്റ്റാൻഡിലാണ്. മെയിൻ നമ്മുടെ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ മുള്ളേരി ടൗണിൽ തന്നെയുള്ള ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ തത്സമയം നിങ്ങൾക്ക് കാണുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ പഞ്ചായത്ത് ഓഫീസൊക്കെ അടുത്ത് തന്നെയാണുള്ളത്. ടൗണോട് ചേർന്ന് തന്നെയുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ മുള്ളേരി ടൗണിലെ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? പട്ടികൾ സ്ഥിരമായി കിടന്നുറങ്ങുന്നത്, അതുപോലെ തന്നെ ഒത്തിരി പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് മുള്ളേരി ടൗൺ. മനസ്സിലായില്ലേ? ടൗണോട് ചേർന്നാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡ് നമ്മുടെ പൈക്ക വഴി കാസർഗോഡ് പോകുന്ന ബസ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ സ്ഥിരം വെയിറ്റിംഗ് ഷെഡിൽ കാത്തു നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് ഞാനിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പഞ്ചായത്ത് കെട്ടിടം ഇവിടെ ടൗണിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നിട്ടും വീടുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പലവട്ടം ഇവർ വന്ന് നമ്മളടുത്ത് പറയുന്ന അങ്ങനെയുള്ള പഞ്ചായത്തിൽ മുള്ളേരിയ നമ്മുടെ കാലടുക്ക പഞ്ചായത്തിലെ ഒരു കാഴ്ചയാണ് ടൗണോട് ചേർന്നുള്ള ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. മഴ വന്നാൽ, ഇപ്പോൾ മഴയില്ല, ഞാനിപ്പോൾ എൻ്റെ മോളെ ആശുപത്രിക്ക് കൊണ്ടുവന്ന വഴിയാണ് ഇവിടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് ഇത്തിരി കൂടി കുറച്ചെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അല്ലാത്ത രീതിയിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. മനസ്സിലായില്ലേ? ഒത്തിരി ആൾക്കാർ ടൗണോട് ചേർന്നുള്ള ബസ് സ്റ്റാൻഡായതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ ബസ് വെയിറ്റ് ചെയ്യുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഈ നല്ല മഴ വരുന്ന സമയത്ത് ഈ ബസ് സ്റ്റാൻഡിൽ അഭയം തേടുന്നവരുടെ കണ്ണിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അത് ദയനീയമാണ്. ഇന്നാലും ഞാൻ 2 ദിവസം മുന്നേ വീണ്ടും ഞാൻ ടൗണിൽ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. പക്ഷെ ഒന്ന് നിൽക്കാൻ പോലും ഇവിടെ പറ്റിയിട്ടില്ല. അതിൽ പട്ടികളൊക്കെ ഇവിടെ സ്ഥിരമാണ്. അപ്പോൾ ഇതിനെതിരെ ആരും പ്രതികരിക്കാത്തത് കൊണ്ടാണ് ബസ് സ്റ്റാൻഡ് ഇതുപോലെയുള്ള അവസ്ഥയിൽ കാണാൻ കഴിയുന്നത്.